നമ്മുടെ നായകൻ കടലിൽ ഡൈവ് ചെയ്തപ്പോൾ മുത്തുകളും പവിഴങ്ങളും പതിപ്പിച്ച ഒരു സ്വർണ്ണക്കത്തി കിട്ടുന്നു. എന്തായാലും അതിന് കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് നായകൻ ഉറപ്പിക്കുന്നു. അങ്ങനെ ഇതുപോലെ വേറെ നിധി കിട്ടുമോ എന്നറിയാൻ നായകൻ മറ്റൊരു ദിവസം കൂട്ടുകാരെയും കൂട്ടി വന്ന് തിരയാൻ ആരംഭിച്ചു. മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ച് തിരഞ്ഞപ്പോൾ ഒരു പഴയകാല പീരങ്കി കണ്ടെത്തുന്നു. ബ്ലാക്ക് മാർക്കറ്റിൽ $1 മില്യൺ സമ്പാദിക്കാൻ ഇത് തന്നെ ധാരാളം. സോ അതെടുത്ത ലൈഫ് തന്നെ സെറ്റാക്കാമെന്ന് അവർ സന്തോഷിക്കുന്നു. പക്ഷെ പീരങ്കി എടുക്കാമെന്ന് വെച്ചപ്പോൾ അതിന് പണ്ടാര വെയിറ്റ്. അങ്ങനെ എയർ ബലൂണൊക്കെ കെട്ടി അവരത് കഷ്ടപ്പെട്ട് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ മുകളിലാവട്ടെ അവരുടെ ബോട്ട് കണ്ട് പോലീസുകാർ അവിടേക്ക് എത്തിയതോടെ എയർ ബലൂണിന്റെ എയറൊക്കെ റിലീസ് ചെയ്ത് അവർ പീരങ്കി അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. പിന്നീട് ഒരു ദിവസം ആ പീരങ്കി എന്ത് വന്നാലും എടുക്കണമെന്ന് ഉറപ്പിച്ച് അവർ വളരെ കഷ്ടപ്പെട്ട് കയറൊക്കെ കെട്ടി അത് മുകളിലേക്ക് എത്തിക്കുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ പീരങ്കിയുടെ ഭാരം താങ്ങാനാവാതെ കയറ് പൊട്ടി പീരങ്കി വീണ്ടും കടലിലേക്ക് വീണ് മുങ്ങിത്താഴുന്നു. അത് ചെന്ന് വീണത് പണ്ടെങ്ങോ മുങ്ങിപ്പോയ ഒരു ബോട്ടിന് മുകളിലാണ്. നായകനും കൂട്ടുകാരും പീരങ്കിയും തപ്പി വീണ്ടും കടലിലേക്ക് ചാടി. അവരെ കാത്തിരുന്നത് അമ്പരപ്പിക്കുന്ന നിധിയായിരുന്നു. ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും സ്വർണം അവർക്ക് ആ തകർന്ന ബോട്ടിൽ നിന്നും ലഭിക്കുന്നു.